ശബരിമലയിലെ പടിപൂജ ബുക്കിംഗിലും ക്രമക്കേട്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാൻ നിർദ്ദേശം. ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ശബരിമലയിൽ തട്ടിപ്പ് നടത്താത്ത ഒരു മേഖലയുമില്ല. എല്ലാ രംഗത്തും തട്ടിപ്പാണ്. അവിടുത്തെ സ്വർണ്ണപ്പാളി മുതൽ അവിടുത്തെ കൊടിമര പ്രതിഷ്ഠ മുതൽ ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം പടിപൂജ വഴിപാട് നടത്തിപ്പിലും വമ്പൻ വെട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള പ്രാഥമിക സൂചനകളാണ് ലഭിക്കുന്നത്. ഇനിയും അതിനെ സംബന്ധിച്ച രേഖകൾ കൂടി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. വിനോദ്, പടിപൂജയുടെ ബുക്കിംഗിൽ ആകപ്പാടെ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇത് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അത് റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കടുത്ത നടപടിയും അതോടൊപ്പം തന്നെ ഇടക്കാല ഉത്തരവും പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് എല്ലാ രേഖകളും, പടിപൂജ ബുക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും പിടിച്ചെടുക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതായത് ഈ 2045 വരെയാണ് പടിപൂജയുടെ ബുക്കിംഗ് എടുത്തിട്ടുള്ളത്. ഈ 2045 വരെയുള്ള പടിപൂജയുടെ ബുക്കിംഗ്, അതിൻ്റെ രേഖകൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അത് പിടിച്ചെടുക്കണം. രേഖകൾ പിടിച്ചെടുത്തതിന് ശേഷം സീൽഡ് കവറിൽ അഥവാ മുദ്ര വെച്ച കവറിൽ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. മറ്റ് ചില നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് വിജിലൻസ് ഓഫീസർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് വ്യാജ മേൽവിലാസത്തിൽ പടിപൂജയുടെ ബുക്കിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മേൽവിലാസത്തിൽ പടിപൂജ ബുക്ക് ചെയ്യുന്നു, അതിനുശേഷം കൂടിയ തുകയ്ക്ക് മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കുന്നു. ഇങ്ങനെ പകരം പടിപൂജ മറ്റൊരാൾക്ക് നൽകുന്നത്, പകരം പടിപൂജ നടത്തുന്നതും അനുവദിക്കുന്നതും അത് നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണ്. മാത്രമല്ല, ഈ പകരം പടിപൂജ അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു പരാമർശം കൂടി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പടിപൂജ ബുക്കിംഗിന്റെ വിശ്വാസ്യതയിൽ തന്നെ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷത്തെ പടിപൂജ ബുക്കിംഗ് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ രേഖകൾ ഹാജരാക്കുന്നതിനൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ നേരിട്ട് ഹാജരായി ചില കാര്യങ്ങളിലും വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. എന്തായാലും പടിപൂജ ബുക്കിംഗ് സംവിധാനം വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി കടുത്ത നടപടിയിലേക്കാണ് കടക്കുക. കുറ്റക്കാർ ആരാണെന്ന് വെച്ചാൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു. നേരത്തെ ഈ ആടിയ ശിഷ്ടം നെയ്യുടെ വിൽപ്പനയിലടക്കം വ്യാപകമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് പടിപൂജ ബുക്കിംഗിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്വർണ്ണക്കവർച്ചയുടെ കാര്യത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ തന്നെ നടന്നതിന് പിന്നാലെയാണ് വീണ്ടും ശബരിമലയിൽ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചീഫ് വിജിലൻസ് ഓഫീസർ ഇനി ഈ രേഖകൾ പിടിച്ചെടുത്ത് അത് സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ അടുത്ത ഒരു വർഷത്തെ പടിപൂജ ബുക്കിംഗിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥ ഭക്തർ മാത്രമാണ് ഈ പടിപൂജ ബുക്ക് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തൽ അനിവാര്യമാണെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിനോദ്, അതെ, തീർച്ചയായും ശബരിമലയിലെ പടിപൂജയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നു എന്നുള്ള പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. വ്യാജ മേൽവിലാസം എഴുതി ചേർത്ത് അവിടെ വലിയ കൊള്ള നടന്നിരിക്കുന്നു. അവിടെ ഇടനിലക്കാരായ നിരവധി ആളുകൾ പ്രവർത്തിച്ചിരിക്കുന്നു. നമുക്കറിയാം, ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ പടിപൂജയ്ക്കായി വർഷങ്ങൾ കാത്തിരിക്കണം. അങ്ങനെയുള്ള പടിപൂജ അത് ബൾക്കായി കുറച്ചു പേർ അത് കൈവശം വെക്കുന്നു, എന്നിട്ട് അത് ലേലം നടത്തി മറിച്ചു വിൽക്കുകയാണ്. അയ്യപ്പന്റെ പേരിൽ എന്തെല്ലാം തട്ടിപ്പാണ് സന്നിധാനത്ത് നടക്കുന്നത്. അതിന്റെ പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.